ഇപ്പോൾ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് സംസാരിക്കുന്നു. പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഫോഴ്സിന് ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ NDRFൻ്റെ ഫോഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രി നേരിട്ട് ഫോഴ്സ് അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ എല്ലായിടത്തും വളരെ മഴയുടെ തോത് കുറയുന്നതാണെങ്കിൽ പോലും ശക്തമായ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങളും അപകടങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശവും തെക്കൻ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വടക്കൻ മേഖലയിലായിരിക്കും മഴ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-10:30 വരെയാണ് റെഡ് അലർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലും മഴ ഇടവിട്ടുള്ള മഴ ഉണ്ടാകുന്നത് മാത്രമല്ല 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ അപകടങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് കാണുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചില രീതിയിലുള്ള മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് കോടൂർ നൂറാടി പാലത്തിനടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് നീക്കം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഗതാഗതക്കുരുക്കാണ് പല ഭാഗങ്ങളും ഉണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റോഡിലേക്ക് വന്ന മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊതുവെ മഴ വളരെ ശക്തമായ രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രയാസങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴ ഉണ്ട്. 5 ദിവസം KP അനിൽകുമാറാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ.